AK വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറ കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ. ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല തരുണീമണികളായിട്ട് വരുന്ന കാഴ്ചയാണ്. അതായത് കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. കണ്ണെഴുതി പൊട്ട് തൊട്ട് മുടിയിൽ പൂ ചൂടി അണിഞ്ഞൊരുങ്ങി വരുന്ന ഈ പുരുഷാങ്കരന്മാരെ സ്ത്രീകൾ പോലും വിസ്മരിച്ച് നോക്കി നിന്ന് പോകും. എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ. ആണു പെണ്ണായി മാറുന്ന രണ്ട് ഉത്സവരാത്രികൾ. പ്രസിദ്ധമായ കൊറ്റംകുളങ്ങര ചമയവിളക്കിൻ്റെ കാഴ്ചകളാണ് നാം ഇവിടെ കാണുന്നത്. ഈ ക്ഷേത്രത്തിനും ചമയവിളക്കിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു. ചമയവിളക്കിൻ എടുക്കാൻ വീട്ടിൽ നിന്നും ഒരുങ്ങി വരുന്നവരും ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് അണിഞ്ഞൊരുങ്ങുന്നവരും ഉണ്ട്. ഞങ്ങൾ കുറച്ചു പേരുടെ ഒരുക്കങ്ങൾ കണ്ടു. ഒരുക്കുന്നവർ തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, കരുനാഗപ്പള്ളി, പത്തനംതിട്ട, കായംകുളം, വള്ളികുന്നം, ഇവിടെ നിന്നെല്ലാം വന്നവരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അവർ ഒരുക്കുന്നത് ഞങ്ങൾ കണ്ടു. നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന് ഒരുങ്ങാൻ പറ്റുന്നത്. ചമയവിളക്കിൻ്റെ ആദ്യ നാളായ മീനം 10-ാം തീയതി വിളക്കേന്തിയവർ കുഞ്ഞാലുമൂട് മുതൽ ക്ഷേത്രം വരെ റോഡിനിരുവശവുമായി അണിനിരക്കുന്നു. ആറാട്ടെഴുന്നള്ളത്തിന് ശേഷം ക്ഷേത്രത്തിന് പുറത്ത് താൽക്കാലികമായി കെട്ടി ഉയർത്തിയ കുരുത്തോല പന്തലിലാണ് ദേവി വിശ്രമിക്കുന്നത്. മണ്ണിൽ സ്പർശിക്കാതെ വെട്ടിയെടുക്കുന്ന കമുകും വാഴയും കുരുത്തോലെ ഉപയോഗിച്ചാണ് കുരുത്തോല പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. ചമയവിളക്കിൻ്റെ 2 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ആറാട്ടുണ്ടായിരിക്കും. ഒരേ ചടങ്ങ് 2 ദിവസവും ആവർത്തിച്ച് കാണുന്നത് ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ദുർഗാദേവിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. നാളികേരം അരച്ച് പിഴിഞ്ഞെടുത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന കൊറ്റനാണ്
ഇവിടുത്തെ നിവേദ്യം. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് കൊറ്റംകുളങ്ങര എന്നു പേര് വന്നത്. ഒരുക്കുന്നവരാണെങ്കിൽ പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്. ഇതിനായി ക്ഷേത്രത്തിനടുത്ത് ധാരാളം ചമയപ്പുരകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആൺകുട്ടികളെ അണിയിച്ചൊരുക്കുന്ന അമ്മമാരും സഹോദരന്മാരെ ഒരുക്കുന്ന സഹോദരിമാരും പെണ്ണായി ചമഞ്ഞ് ഒരുങ്ങി നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ അസൂയയോടെ നോക്കി നിൽക്കുന്ന ഭാര്യയും, അങ്ങനെ ലോകത്തും മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അണിയാനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമായി വന്നാൽ മതി. അണിഞ്ഞൊരുങ്ങി ചമയപ്പുരയ്ക്ക് വെളിയിലെത്തുമ്പോൾ ഒരുപക്ഷെ കൂടെ നിന്നവർ പോലും തിരിച്ചറിയാൻ വയ്യാത്ത പോലെ നല്ല സുന്ദരികളായ സ്ത്രീകളായി കാണാൻ പറ്റും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരും ചമയവിളക്കെടുക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. സ്ത്രീകളായി സമൂഹം അംഗീകരിക്കുന്നില്ലെങ്കിലും 2 ദിവസം അവർക്ക് സ്ത്രീകളായി സ്വതന്ത്രമായിട്ടിവിടെ നടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ജെൻഡർ മോഡലിനെ ഞങ്ങൾ കണ്ടു. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ട്രാൻസ്ജെൻഡറാണ് അവരെന്ന് ഒരാൾ പറഞ്ഞു. അവർക്ക് അകമ്പടിയായിട്ട് ബ്ലാക്ക് ക്യാറ്റും ഉണ്ട്. അവരെ സുരക്ഷിതരായിട്ട് ഈ ബ്ലാക്ക് ക്യാറ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് നമ്മളെല്ലാം അത് ശ്രദ്ധിച്ചത്. BBC ചാനലുകാർ അവരുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുന്നത് കണ്ടു. ഈ വിളക്ക് ക്ഷേത്ര പരിസരത്ത് നിന്നും വാങ്ങാനും സാധിക്കും. കൊല്ലം ജില്ലയിൽ ചവറയ്ക്കടുത്താണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വർഷം ധാരാളം ഭക്തരെ, കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ധാരാളം ആളുകൾ ഈ വർഷം കൂടിയിട്ടുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും വിളക്കെടുക്കണം. കേരളത്തിന് പുറത്ത് അന്യ സംസ്ഥാനക്കാർ ധാരാളം ഇവിടെ എത്തുന്നുണ്ട്. ഇവിടുത്തെ ചമയവിളക്കിന് 5 തിരികളാണുള്ളത്. അതൊരു പ്രത്യേകതയാണ്. സാധാരണ നിലവിളക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടിന് ഉദ്ദേശം 4 അടി നീളം വരും. ലോഹത്തിൽ നിർമ്മിച്ച വിളക്കിൻ്റെ അടിയിലെ മരക്കട്ട മരത്തിൻ്റെ തടി നല്ല ഉരുട്ടി നീളത്തിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഘടിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഈ വർഷം ധാരാളം ഭക്തർ വന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിളക്കെടുക്കുന്നവരെയും അവരെ അനുഗമിക്കുന്നവരെയും ഈ കൗതുക കാഴ്ച കാണാൻ എത്തുന്നവരും എല്ലാം ക്ഷേത്ര പരിസരം നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുകയാണ്. അതിഗംഭീരമായ ഒരു ഉത്സവം തന്നെയാണിത്.